ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതേ ഫോൺ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ഫോണിൽ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് വൺ ടാപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ പുതിയ ഫോണിലെല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നുള്ളൂ. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റായെന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് ഇതുവരെ സെറ്റായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇത്ര നാൾ ലാഗുള്ള ഫോണിൽ കളിച്ചിട്ട് ലാഗില്ലാത്ത കളിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ അറിയാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻസിറ്റിവിറ്റി ഒന്നും സെറ്റായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ഗെയിം പ്ലേ കണ്ടിട്ട് ഫോൺ എടുത്തപ്പോൾ തന്നെ കളി സെറ്റായി ഫണ്ടാപ്പ് പവറായെന്നൊന്നും ആരും വിചാരിക്കാനൊന്നും വേണ്ട. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു 10 കില്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 കില്ലിൽ 1 അല്ലെങ്കിൽ 2 കില്ലൊക്കെ ആയിരിക്കും ഇതുപോലെ ഫണ്ടാപ്പ് കയറുന്നത്. ആ ഒരു കട്ട് ചെയ്തിട്ടാണ് പതുക്കെ പ്രാക്ടീസിലൂടെ തന്നെ നമുക്കതൊക്കെ സെറ്റാക്കി എടുത്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. പ്രാക്ടീസിലൂടെ അതൊക്കെ നമ്മളെന്താണല്ലോ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഏത് ഡിവൈസാണ് ഞാൻ എടുത്തതെന്ന് പറയാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന റിയൽമിയുടെ GT60 എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസാണ് ഞാൻ എടുത്തത്. 12GB അതുപോലെ തന്നെ 256 വരുന്ന വേരിയൻ്റ് ആണ്. സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറും 5500 mAh വരുന്ന ബാറ്ററിയും അതുപോലെ തന്നെ 120 വാട്ട്സിൻ്റെ പവർ ചാർജറും ആണ് വരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഫോൺ എടുക്കാനായിട്ട് നിന്ന ടൈമിൽ എനിക്കുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൽ നല്ല രീതിയിൽ ചാർജ് നിൽക്കണം, പെട്ടെന്ന് ഫോണിൽ ചാർജ് കയറണം, അതുപോലെ തന്നെ ലാഗ് ഇല്ലാതെ ഗെയിം കളിക്കണം, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് എന്താണെങ്കിലും ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പേഴ്സണലി എനിക്ക് എന്താണെങ്കിലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു രീതിയിൽ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫോണിൽ ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഒരു കെർവ്ഡായിട്ടാണ്, അതായത് സൈഡ് വശം കെർവ്ഡായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഗെയിം കളിക്കുന്ന ടൈമിൽ അതൊരു വിഷയമാവുമോ എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഗെയിം കളിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു വിഷയമില്ല. അതൊന്നും നമുക്ക് അങ്ങനെ അറിയാനായിട്ട് പോലും പറ്റുന്നില്ല. അത് കെർവായിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ഡിവൈസിൽ നല്ല രീതിയിലുള്ള ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഇനി എത്ര നാൾ വീഡിയോസ് ഇടുമെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. നമ്മൾ ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തുടരുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലായിരിക്കും. സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കറിയാം നമ്മൾ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് 2 ചാനലിലൂടെയാണ്. ഈ മെയിൻ ചാനലും സെക്കൻഡ് ചാനലും ഒരേ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് സെക്കൻഡ് ചാനലിൽ മാത്രം ആകുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സെക്കൻഡ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മതിയാകത്തില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്നത് പറയുന്നില്ല. നേരത്തെ വീഡിയോസിൽ കുറേ വീഡിയോസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്താണെന്ന് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി. അപ്പം ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക. ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.